ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ലോക ഞായറാഴ്ച ഞെട്ടിച്ചുകൊണ്ട് കടന്നുപോയിരിക്കുകയാണ്. ഈ ഒരു 33-ാം ദിനം തിങ്കളാഴ്ചയും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. സ്വാഭാവികമായുള്ള ഇടിവ് പ്രതീക്ഷിക്കുന്നുവെങ്കിലും ഇന്ന് വൈകുന്നേരം മുതൽ പൂജവെപ്പ് തുടങ്ങുന്നതോടെ വീണ്ടും തിയേറ്ററിലേക്ക് ജനപ്രവാഹം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. സിനിമ ഇന്നലത്തെയും അതേപോലെ തന്നെ കുറച്ച് അപ്ഡേറ്റുകളുമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞെട്ടിക്കുക തന്നെയാണ് സിനിമ ചെയ്യുന്നത്. മണിക്കൂറിൽ നമുക്ക് കാണാൻ കഴിയുന്നു 1000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ സിനിമയുടേതായി വിറ്റുപോയത് 48.14K ടിക്കറ്റുകളാണ്. അതായത് 48,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ്. ശനിയാഴ്ച 50,000-ന് മുകളിലുള്ള ടിക്കറ്റുകളായിരുന്നു. 2 ദിനങ്ങൾ കൊണ്ട് നമുക്ക് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റുപോയത് 1,00,000 ടിക്കറ്റിന് മുകളിലാണ്. ഞായറാഴ്ചത്തെ കണക്കുകളിലേക്ക് കടക്കാം. ഞായറാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു 93,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയതായി ട്രാക്ക്ഡ് കളക്ഷനിലൂടെ തന്നെ അല്ലെങ്കിൽ ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നു. 38% തിയേറ്റർ ഓക്യുപ്പൻസി സിനിമയ്ക്ക് വന്നിരിക്കുന്നു. 973ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1,49,58,000 രൂപയാണ് സിനിമയ്ക്ക് കളക്ഷനായി വന്നത്. അതായത് സിനിമ 1,80,00,000 രൂപയ്ക്ക് മുകളിലാണ് ഞായറാഴ്ച കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 2 ദിനം കൊണ്ട്, ശനി ഞായർ ദിനങ്ങൾ കൊണ്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ സിനിമ 3 കോടിക്ക് അല്ലെങ്കിൽ 3 കോടിക്ക് ജസ്റ്റ് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്കുള്ള ദൂരവും വളരെ അടുത്തിരിക്കുന്നു എന്ന് പറയാം. ടോട്ടലായിട്ടുള്ള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ 288 കോടി കടന്നിരിക്കുന്നു. 12 കോടി കൂടെ ലഭിച്ചാൽ സിനിമ 300 കോടി ക്ലബിലേക്ക് കയറുന്നതാണ്. സിനിമയ്ക്ക് ഇനിയും ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനായിട്ടുള്ള കണക്കുകളിലേക്ക് കിടക്കാം. നമുക്ക് ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ നോക്കുകയാണെങ്കിൽ സിനിമ എത്തിയിരിക്കുന്നത് 103,20,00,000 രൂപയോളമാണ്. തുടരുമെന്ന ചിത്രം നേടിയിരിക്കുന്നത് 107,19,00,000 രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 4 കോടി രൂപയാണ് സിനിമയ്ക്ക് ട്രാക്ക്ഡ് കളക്ഷൻസ് മുഖാന്തരം സിനിമയുടെ ആ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താൻ വേണ്ടത്. അല്ലാതെ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താനായിട്ട് സിനിമ 212 കോടി കടന്നിരിക്കുന്നു. 6,90,00,000 രൂപ കൂടിയാണ് സിനിമയ്ക്ക് വേണ്ടത് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് അടിക്കാനായിട്ട്. ഇനിയും ദിവസങ്ങൾ, അതായത് ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ അവധിയും കാര്യങ്ങളുമൊക്കെ ആയി വരുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. തമിഴ്നാട്ടിൽ ശനിയും ഞായറും മാത്രമായിട്ട് സിനിമ പ്രകമ്പനം സൃഷ്ടിച്ചു. ആ 1 കോടിക്ക് മുകളിൽ കളക്ഷൻ വന്ന് ഈ 2 ദിനങ്ങൾ കൊണ്ട് തന്നെ എന്ന് പറയാം. ഡൊമസ്റ്റിക്കിൽ സിനിമ പുതിയ തരംഗമാണ് സൃഷ്ടിച്ചത്. അതായത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറി ലോക. മഞ്ഞുമൽ ബോയ്സിൻ്റെ റെക്കോർഡാണ് സിനിമ തകർത്തിരിക്കുന്നത്. 170 കോടിക്ക് മുകളിലേക്ക് ഈ ഒരു സിനിമ എത്തുകയും ചെയ്തു. 168 കോടിയായിരുന്നു മഞ്ഞുമൽ ബോയ്സിൻ്റെ കളക്ഷനായി ഉണ്ടായിരുന്നത്. അതും കടന്ന് സിനിമ മുന്നോട്ട് പോവുകയാണ്. ബുക്ക് മൈ ഷോയിലും തീ തുപ്പി തന്നെ സിനിമ പോകുമ്പോൾ ഇതുവരെ 45,000-ഓളം ഷോകൾ സിനിമയുടെ കഴിഞ്ഞു. 50,000 ഷോകളിലേക്കുള്ളത് അടുക്കുകയാണ്. ട്രാക്ക്ഡ് ഡീറ്റെയിൽസാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഏകദേശം 64,58,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. സിനിമ അത്രത്തോളം മികച്ച രീതിയിലേക്ക് പോകുന്നു. പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ മമ്മൂട്ടി തന്നെ പറയുന്നു സിനിമ ടിക്കറ്റ് എടുത്ത് നോക്ക് എന്നുള്ള കാര്യങ്ങൾ മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു പേജിലൂടെ പറയുകയും ചെയ്യുന്നു. സിനിമ മറ്റൊരു റെക്കോർഡ് കൂടി നേടിയിരിക്കുകയാണ്. ആദ്യമായിട്ട് ബുക്ക് മൈ ഷോയിൽ 200K വോട്ട്സ് നേടുന്ന സിനിമയായി മാറുകയും ചെയ്യുന്നു. എന്തായാലും തിങ്കളാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നത് 50 ലക്ഷം രൂപയോളമാണ്. ഇന്ന് ആ ഒരു റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സിനിമ വീണ്ടും തൊട്ടടുത്തേക്ക് എത്തുകയാണ്. 5.5 അല്ലെങ്കിൽ 6 കോടിക്ക് താഴേയിലേക്ക് വരുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. മികച്ച രീതിയിൽ തന്നെ കളക്ട് ചെയ്തു പോകുമ്പോൾ ഞെട്ടിക്കുക തന്നെയാണ് നമുക്ക് ശരിക്കും തമിഴ്നാട് എന്ന് പറയാം. 25 കോടിയിലേക്ക് എത്തുകയാണ് തമിഴ്നാട് കളക്ഷൻ. എന്തായാലും വേറെ ഇനി ഒക്ടോബർ 2-ന് വരുന്ന സിനിമ തന്നെയാണ് കടുത്ത വെല്ലുവിളി കാന്താര എന്നുള്ളത്. പക്ഷേ ഇവിടെ ജനപ്രവാഹം തന്നെ എന്ന് പറയാം. ഞായറാഴ്ച അത്രത്തോളം ഗംഭീര തിരക്കാണ്. വരുന്ന ദിവസങ്ങളിൽ മികച്ച രീതിയിലേക്ക് പോകുമ്പോൾ അത് ഒരു ഒന്നൊന്നര സംഭവമായി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ 300 കോടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.